ഈ രാവിലെ തന്നെയൊക്കെയുള്ള തുമ്മൽ അലർജിയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലേ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ മാത്രമല്ലല്ലോ വലിയ ആളുകൾക്കും രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തുമ്മൽ, മൂക്കടഞ്ഞ് നിൽക്കൽ, അലർജി ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുണ്ടല്ലോ ഒരു 3 റെമഡി പറഞ്ഞു തരാം. സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ 3 റെമഡിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് കഴിച്ച് നോക്കിക്കോ. നിങ്ങളുടെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തുമ്മലും അലർജിയും മാറ്റിക്കളയാൻ പറ്റിയിട്ട് അടിപൊളി പെട്ടെന്ന് നമുക്കത് മാറ്റിക്കളയാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ. സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ പോലും ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്നും നിങ്ങൾ രാത്രി വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 10-20 ദിവസം 30 ദിവസമൊക്കെ നിങ്ങൾ അടുപ്പിച്ച് കഴിച്ച് നോക്കിക്കോട്ടോ, എന്തായാലും മാറ്റം ഉണ്ടാവും. അപ്പോൾ അതായത് പോലെ നമുക്ക് തേങ്ങ രാത്രിയാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ തേങ്ങ ചിരവിൽ എടുക്കൽ ബുദ്ധിമുട്ടായിരിക്കുന്ന അമ്മമാർ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു 3-4 ഇങ്ങനെ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് പൂളായിട്ടൊന്ന് കൊത്തി കൊത്തി എടുത്തിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് രാത്രി തേങ്ങ ചിരവാനായിട്ട് പോകണ്ട. അപ്പോൾ ഇത്ര ഒരു 3-4 പീസ് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഈ തേങ്ങയുടെ പാലും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്ന് വരുവാണെങ്കിൽ ഇതിൻ്റെ 1/2 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഇതുപോലെ എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ പാലിൽ ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് അലർജി ഉള്ളവർക്ക് അലർജി മാറാനായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലിലുള്ള ഈ ഒരു ലോറിക് ആസിഡും കുർക്കുമിനും അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്ന് നിങ്ങളത് ഇന്ന് രാത്രി നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ അലർജി ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ്. വേറെ മെഡിസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾ രാത്രി ഒരു 10-20 ദിവസമൊക്കെ ഒന്ന് അടുപ്പിച്ച് കഴിച്ച് നോക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലും അതുപോലെ മൂക്കടച്ചിലും ഒക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലല്ലോ, നമ്മളൊക്കെ വീട്ടുണ്ടാക്കി എടുക്കുന്നതല്ലേ. നമ്മൾ വേറെ എന്തിനാ കെമിക്കലൊക്കെ ആയിട്ടുള്ള ഗുളിക മരുന്നുകൾ കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, നിങ്ങളിതിങ്ങനെ കഴിക്കാം. കുട്ടികൾക്കാണെങ്കിലും ഇനിയിപ്പോൾ മഞ്ഞൾ കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞളിട്ട് കൊടുത്താൽ മതി. കഴിക്കാൻ വേറെ ഒരു വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് അലർജി ഉള്ള തേങ്ങാപ്പാൽ അലർജി ഉള്ള കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു റെമഡി പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ കുരുമുളക് മിക്കവരുടെ വീട്ടിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ കുരുമുളക് നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഉണക്കി എടുത്ത് വയ്ക്കുക. ഉണക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഉണക്കി ഇത് പൊടിച്ച് മിക്സിയുടെ ജാറിൽ അത് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ജാറിൽ അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു കൊല്ലിരുന്നാൽ അത് കേടാവത്തില്ല. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഉണക്കിയത് പൊടിച്ചതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു 3-4 മതി കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ എരിവ് വരും. അപ്പം ഇതുപോലെ 3-4 എടുത്തിട്ട് ഇതുപോലെ നമുക്കതൊന്ന് ചതച്ചെടുക്കുക. നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ചതയ്ക്കാൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പൊടി തീർന്നായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 1 ഗ്ലാസ് വെള്ളം എടുത്തൊഴിക്കുക. അപ്പോൾ ഇനിയിപ്പം ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളപ്പിച്ചെടുക്കാൻ നേരത്തെ ഈ ഒരു കുരുമുളകിൻ്റെ മണവും ഇതൊക്കെ ഒന്ന് വെളിയിലേക്ക് പോകാതിരിക്കാനായിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി മൂടി വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ചത്തിളകാനായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുർക്കുമിനൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അലർജി ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ട് നിങ്ങളത് ചെറു ചൂടനെ കഴിക്കുക. എന്ന് രാത്രി നിങ്ങൾ ചെറു ചൂടനെ നിങ്ങളത് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളിനി ഈ ഒരു വെള്ളം ചൂടനെ തന്നെ നിങ്ങളത് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിൽ രാത്രിക്കുള്ള തുമ്മലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് ആവി കൊള്ളാൻ നല്ലതാണ്. അപ്പം ആവി കൊള്ളുകയും ചെയ്യാം, നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കുകയും ചെയ്യാം. ഇനി നമുക്കുണ്ടല്ലോ ഈ അലർജി അല്ലാണ്ട് വെറുതെ തുമ്മലും ജലദോഷം തൊണ്ടവേദന വരുന്ന ടൈമിൽ, അല്ലാണ്ട് വെറുതെ പനിയൊക്കെ വരുന്ന ടൈമിൽ, തൊണ്ടവേദനയൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് നിങ്ങൾ വെള്ളം തിളപ്പിക്കുമ്പം ഒരു നുള്ളു ഉപ്പ് കൂടി ഇടുക. ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഇതിലേക്ക് നിങ്ങൾ നാരങ്ങ നീര് ഒരുപാട് വേണ്ട, ഒരു നുള്ളെന്ന് പറയുമ്പം ഒരു നാരങ്ങയുടെ 1/4 ഭാഗം, ഒരു നാരങ്ങ 1/4 ഭാഗം നിങ്ങളത് ചെത്തിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. അപ്പം നിങ്ങളിതിങ്ങനെ ഈ ഒരു കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നിങ്ങൾ തിളപ്പിക്കുമ്പം ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് തിളപ്പിക്കുക. ഇത് 3 ഇട്ട് തിളപ്പിച്ചിട്ട് വേണം നിങ്ങൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാനായിട്ടാണ്. ഇത് നിങ്ങളിങ്ങനെ കഴിക്കുവാണെങ്കിൽ തൊണ്ടവേദന, വെറുതെ ജലദോഷം പനി വരുമ്പോഴുള്ള ആ തൊണ്ടവേദനയും അലർജി തുമ്മലും ഒക്കെ മാറി കിട്ടും. നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ ഇല്ലാണ്ടാക്കി കളയും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ പാല് കുടിക്കുന്ന കുട്ടികൾ ആരിലൊക്കെ ഉണ്ടെങ്കിൽ, അലർജി ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ആ പാല് കൊടുക്കാൻ നേരത്തെ നിങ്ങൾ അതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിച്ച് വെച്ചിട്ട് ആ കുരുമുളകിൻ്റെ പൊടി ഒരു നുള്ള് കയ്യിലൊരു നുള്ള് എടുത്തിട്ടിട്ട് നിങ്ങൾ ആ പാലിലേക്ക് ഇട്ട് തിളപ്പിച്ചിട്ട് ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ അത് കുട്ടികൾക്ക് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാൽ അലർജി ഉള്ള ആളുകളുണ്ടെങ്കിൽ വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി നാരങ്ങ ഇട്ട് നിങ്ങളത് കഴിക്കണത് സാധാരണ പനിയുള്ള സമയത്തുള്ള അലർജി തുമ്മലിന് വേണ്ടിയിട്ട്, തൊണ്ടവേദന, നെഞ്ചിലെ കഫമൊക്കെ ഇളകാനായിട്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ 3 റെമഡിയാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 3 റെമഡിയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യാം കേട്ടോ. പാൽ അലർജി ഉള്ള ആളുകളുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ ആർക്കും സാധാരണക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ്. അപ്പം സൈഡ് എഫക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ബൈ.